ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തവാജ്ഞാചക്രസ്ഥം തപനശശികോട്യദുധിധരം പരം ശംഭും വന്ദേ പരിമിളിതപാർശ്വം പരചിതാ. യമാരാധ്യൻ ഭക്ത്യാ രവിശശിശുചി നാമ വിഷയേ നിരാലോകൈ ആലോകേ നിവസതി ഹി ഭാലോകഭുവനേ. ഓം ശ്രീ മഹാദേവേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 36. ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പരശംഭുവിനെ ആരാധിച്ച് ദേവീ സായുജ്യം നേടണമെന്നാണ് ഇനി പറയുന്നത്. ഷഡ്ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞുവല്ലോ. അവ സുഷുമ്നാ നാഡിയിൽ വെവ്വേറെ സ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശ്ലോകത്തിൽ പറയപ്പെടുന്ന ആജ്ഞാചക്രം അത് 2 പുരികങ്ങൾക്കും മധ്യത്തിൽ 2 ഇതളുകളുള്ള താമര പോലെയാണ് ഉള്ളത്. മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തി പടിപടിയായി മുകളിലേക്ക് കയറുമ്പോൾ ആജ്ഞാചക്രത്തിലും തങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ദേവിയുടെ ചക്രം എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് എഴുന്നരുളുന്ന പരശംഭുവിനെ കോടി സൂര്യചന്ദ്രന്മാരുടെ മഹാപ്രകാശത്തോടു കൂടിയവരായും സഗുണം നിർഗുണം എന്നീ ശക്തികൾ ഇരുപാർശ്വങ്ങളിലും സ്ഥിതി ചെയ്യുന്ന നിലയിലും സാധകൻ ധ്യാനിച്ചാൽ ആ സാധകന് പരലോക ഭുവനത്തിൽ ആത്മീയതയുടെ അപാരതയിൽ വസിക്കാനാവുമെന്ന് പറയുന്നു. ദേവി തന്നെയാണ് പരലോക ഭുവനം. പരാംബിക സ്വയം തേജസ്സായി പരമജ്യോതി സ്വരൂപിണിയായി അവിടെ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യചന്ദ്രന്മാർക്കോ അഗ്നിക്കോ അവിടെ യാതൊരു ജോലിയുമില്ല. ജ്യോതിർമയമായ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുവാൻ മറ്റൊരു വസ്തുവിന്റെ പ്രകാശം എന്തിനാണ്? അതുകൊണ്ട് അത് പരബ്രഹ്മ സ്വരൂപമാണ്. ആജ്ഞാചക്രത്തിൽ നിവസിക്കുന്ന പരശംഭുവിന്റെ പ്രാണനാഥയായ ഭുവനേശ്വരിയായ മഹാദേവിക്ക് നമസ്കാരം. അമ്മേ അനുഗ്രഹിച്ചാലും. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.